രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര മൂന്നാം ദിവസത്തിൽ വസിർഗഞ്ചിലെ പുനാമയിൽ നിന്നാണ് ഇന്നത്തെ പര്യടനം ആരംഭിക്കുക. അതേസമയം SIRൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിഷേധിക്കും. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകുന്ന വിഷയത്തിലും ഇന്ന് തുടർ ചർച്ച നടക്കും. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുകയാണ്. മിഥുൻ, ഈ ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് തന്നെ നീങ്ങാനല്ലേ ഇന്ത്യ സഖ്യം ആലോചിക്കുന്നത്, പ്രതിപക്ഷം ആലോചിക്കുന്നത്? ആ നീക്കവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ കൂടുതൽ നടപടി ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് ഇന്ത്യ സഖ്യം പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഭാഗമായാണ് ഇംപീച്ച് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം ഇന്ത്യ സഖ്യം കൈക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് ഒപ്പുശേഖരണം അടക്കം ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒപ്പുശേഖരണം അടക്കം നടക്കുകയും ചെയ്യും. അതിന് പിന്നാലെ രാജ്യസഭയിലും ഒപ്പം തന്നെ പാർലമെന്റിലെ ലോക്സഭയിലും ഇത്തരത്തിൽ നോട്ടീസ് നൽകാനൊരു തീരുമാനത്തിലേക്കാണ് എത്താൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ 2 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ പാർലമെന്റ് സമ്മേളനം അവസാനിക്കാൻ. ഈ 2 ദിവസവും ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഈ വിഷയത്തിൽ SIRലും ഒപ്പം തന്നെ വോട്ട് ചോരി വിഷയത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസവും സമാനമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നും ഈ പാർലമെന്റ് ഇരുസഭകളിലും ഇത് ചർച്ചയ്ക്കെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുകയും ചെയ്യും. അതിൽ വലിയ പ്രതിഷേധം നടത്താൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ആദ്യം പാർലമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേരും, ഇക്കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തും. അതിനുശേഷം പാർലമെന്റ് കവാടത്തിന് മുന്നിൽ എല്ലാ ദിവസത്തെയും പോലെ വലിയ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കും. പിന്നാലെയാണ് പാർലമെന്റിനകത്ത് കയറി നടുത്തളത്തിലിറങ്ങിയുള്ള പ്രതിഷേധത്തിലേക്ക് പോവുക. മറ്റൊന്ന്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വോട്ടറാധികാർ യാത്ര അത് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. അത് വലിയ ജനപിന്തുണ തന്നെയാണ് ഈ രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ തേജസ്വി യാദവും കൂടി നയിക്കുന്ന ഈ യാത്രയ്ക്ക് ബീഹാറിലുടനീളം ലഭിക്കുന്നത്. നഗരവീഥികളിലും ഒപ്പം തന്നെ ഗ്രാമാന്തര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ സമാനമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ടുകൊണ്ട് ഈ വിഷയം വലിയ ചർച്ചയാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അങ്ങനെ ബീഹാർ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചും വലിയ വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിനും ഒപ്പം തന്നെ ശക്തമായ നീക്കത്തിനുമാണ് ഇപ്പോൾ പ്രതിപക്ഷം നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയം ബീഹാർ തെരഞ്ഞെടുപ്പ് വരെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഇതുവരെയും പ്രതിപക്ഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇതുവരെയും കൃത്യമായ രീതിയിലുള്ള മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് നൽകണമെന്നുള്ള ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് നൽകിയിരുന്നു. പക്ഷേ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇത്തരത്തിൽ സത്യവാങ്മൂലം ഇറക്കട്ടെ, തങ്ങൾ ചെയ്തതെല്ലാം സുതാര്യമായിരുന്നു, അതെല്ലാം മറ്റ് ക്രമക്കേടുകളൊന്നുമില്ല എന്ന രീതിയിലുള്ള ഒരു സത്യവാങ്മൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇറക്കട്ടെ എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കോപ്പുകൂട്ടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായുള്ള സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഒരു വശത്തെ പ്രതിഷേധം ഈ വിഷയത്തിൽ കടുപ്പിക്കുമ്പോൾ അതിനപ്പുറമുള്ള ഒരു നിർണായക നീക്കത്തിലേക്ക് കൂടി പ്രതിപക്ഷം കടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ എതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകുന്ന വിഷയത്തിൽ ഇന്ന് നിർണായകമായ തുടർ ചർച്ചകളൊക്കെയും നടക്കും. അപ്പോൾ ആ നിർണായകമായ നീക്കത്തിലേക്ക് കൂടി കടക്കാൻ പ്രതിപക്ഷം സജീവമായി ആലോചിക്കുന്നുണ്ട് എന്നതാണ് ഏറെ പ്രധാനമായ രാഷ്ട്രീയ വിഷയം. MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.